ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആലുവാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വണക്കമാസം കാലം കൂടിയപ്പോൾ ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. പണ്ടൊക്കെ ഭയങ്കര ആഘോഷമായിട്ട് ക്രിസ്ത്യൻ വീടുകളിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഒക്കെ ആഘോഷിച്ചിരുന്നതാണ് വണക്കമാസക്കടച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പണ്ടൊക്കെ ഓരോ മാർച്ച് 30-ാം തീയതി, മെയ് 30-ാം തീയതി, പിന്നെ ജൂൺ 30-ാം തീയതി അങ്ങനെയൊക്കെ വരുമ്പോൾ തൊട്ട് അപ്പുറത്തുപ്പുറത്തൊക്കെ പടക്കം പൊട്ടിക്കലൊക്കെ കേൾക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ അതൊന്നും ഇവിടെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് കേൾക്കാറില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിൽ വണക്കമാസം കാലം കൂടിയപ്പോൾ ഉണ്ടാക്കിയതാണ്. അപ്പം ഞാൻ പാച്ചോറ് വേറെ പാനി വേറെയാണ് ഉണ്ടാക്കണത്. എൻ്റെ വീട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാച്ചോറ്, അതായത് പച്ചരി വേവിക്കണ കൂട്ടത്തിൽ ഒരുവിധം വേവായി കഴിയുമ്പോൾ ശർക്കര നീര് ഒഴിച്ച് ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ഉള്ള ഒരു പാച്ചോറാണ് ഉണ്ടാക്കുന്നത്. കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് വെളുത്ത പാച്ചോറും പാനിയായിട്ട് കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്കൊരു അത്ഭുതമായിരുന്നു ആ സമയത്തൊക്കെ. നമ്മുടെ ഇവിടെ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുക്കറിൽ 1.25 ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നത് 250 ml കപ്പിൽ 2 കപ്പ് പച്ചരിയാണ് എടുത്തേക്കണത്. അപ്പം ഞാൻ എന്തായാലും നേർച്ചയായിട്ട് ഉണ്ടാക്കണത് കൊണ്ട് പുറത്തുനിന്ന് 1 കിലോ അരി മേടിച്ച്, ഇവിടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചരി ഉണ്ടെങ്കിലും നമ്മൾ നേർച്ചയൊക്കെ ചെയ്യുമ്പോൾ നല്ല അരി വാങ്ങിച്ചിട്ട് 1 കിലോ അരി വാങ്ങിച്ചിട്ട് 2 കപ്പ് 250 ml ഞാൻ അതെടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് നേരത്തെ ആദ്യം കാണിച്ചത്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള തേങ്ങ, കുറച്ച് ജീരകം അതും എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ അത്രയും ചിരണ്ടി വെച്ചിട്ടുണ്ടെങ്കിലും അത്രയും ചേർക്കൂല, ആവശ്യത്തിന് മാത്രം ചേർക്കണുള്ളൂ. പിന്നെ ശർക്കര പാനി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അളവിൽ എടുക്കുക. ഞാൻ എന്തായാലും കുറച്ച് വെള്ളം പോലെയാണ് ഉണ്ടാക്കണത്. തിക്കായിട്ട് ഉണ്ടാക്കണില്ല, ഒരുപാട് ഇങ്ങനെ കുറുകിയ പോലെ വെള്ളം പോലെ ഉണ്ടാക്കണത്. കാരണം ഇവിടെ അമ്മായിയമ്മയൊക്കെ ഉണ്ടാക്കി കണ്ടേക്കണത് ഇങ്ങനെ വെള്ളം പോലെ ഉണ്ടാക്കണതാണ്. അപ്പം അത് എനിക്ക് തോന്നുന്നു മധുരം അത്രയ്ക്ക് അങ്ങോട്ട് കൂടുതൽ ഉണ്ടാവില്ലല്ലോ, വെള്ളം പോലെ ഇരിക്കണേ. അതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കണം. അന്നൊക്കെയെന്ന് വെച്ചാൽ 2 കിലോ ശർക്കര, 1.5 കിലോ ശർക്കരയൊക്കെയാണ് ഈ ശർക്കര പാനി ഉണ്ടാക്കണത്. കാരണം ഞങ്ങൾ കുറേ മെമ്പേഴ്സ്, അപ്പോൾ ചേട്ടനനിയന്മാരെല്ലാവരും കൂടി അങ്ങനെയൊക്കെയാണ് ആഘോഷിച്ചിരുന്നത്. ഇപ്പോൾ ഇത് വളരെ കുറച്ച് മാത്രം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ 2 കപ്പ് അരിക്ക്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 3-4 ഏലക്കായ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഏലക്കാപ്പൊടി കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. വെള്ളം 1.5 കപ്പോളം നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം, ഏകദേശം നമുക്ക് ആവശ്യമുള്ള അളവിൽ ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുത്താൽ മതി. എനിക്കിത് കൃത്യമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 1.25 ലിറ്റർ വെള്ളം ഒഴിച്ച് കുക്കറിൽ വെച്ച് തിളച്ചിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ കഴുകി വാരി അരി, കുതിർത്തിട്ടൊന്നുമില്ല, കഴുകി വാരി അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ, അത് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ ശർക്കരപ്പാനി ഒരു അരിപ്പ് വെച്ച് അരിച്ച് ആറാൻ വയ്ക്കാം. ഇതൊക്കെ ഞാൻ ചെയ്യണത് ഒരു വൈകുന്നേരം ഒരു 7 മണി സമയത്തൊക്കെയാണ്. 7 മണിയൊക്കെ 7:30 ആയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞ് പ്രാർത്ഥന എല്ലാം തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ശർക്കരപ്പാനി അരിച്ചു വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ അരി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അടപ്പൊന്നിങ്ങനെ കയറ്റി ഇറക്കി വെക്കുകയാണ്. കാരണം പച്ചരി ആയതുകൊണ്ട് തിളച്ച് അടുപ്പിലേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രശ്നമുണ്ടെന്ന് കരുതി കയറ്റി ഇറക്കി വെക്കുകയാണ്. കുക്കറിൽ തയ്യാറാക്കി കുക്കർ വെയിറ്റിട്ട് വിസിൽ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് കുറച്ച് നാളായതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ തയ്യാറാക്കിയത്. അല്ലെങ്കിൽ ഞാൻ കുക്കറിൽ വെച്ചേനെ. അപ്പോൾ എന്തായാലും അതവിടെ ഇരുന്ന് റെഡി ആവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ഈ തേങ്ങയും ജീരകവും ഒന്ന് ശരിയാക്കി എടുക്കുക. അപ്പോൾ ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ അപ്പം തന്നെ ഫ്രഷായിട്ട് ചിരണ്ടി ചേർക്കണതാണ് എപ്പോഴും പാച്ചോറിന് ടേസ്റ്റ്. ഫ്രിഡ്ജിൽ വെച്ച് തേങ്ങ ഉപയോഗിക്കണേലും നല്ലത് കേട്ടോ. അപ്പോൾ നല്ല പൊരുന്നൊന്നും ഇരിക്കാതെ നല്ല മിനുമിനുന്നുള്ള തേങ്ങ പലതരത്തിൽ നമ്മൾ ചിരണ്ടുമ്പോൾ ഇങ്ങനെ പീര വരുമല്ലോ, പറയൂലേ നമ്മൾ, ഇത് അത്ര പോരാ അങ്ങനെ. അപ്പം നല്ല മൂത്ത തേങ്ങ നോക്കി എടുക്കുക. അതിലേക്ക് ഞാൻ ഒരു കപ്പോളം ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങയിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഇറങ്ങി വരാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ജീരകവും തേങ്ങയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഇനി അത് നന്നായിട്ട് തിരുമ്മി എടുക്കണം. അപ്പം ഞാൻ അരിയുടെ വേവ് നോക്കേണ്ട ഇടയ്ക്ക് വേവ് കൂടി പോകരുത്, കുഴ അങ്ങനെ ഒരുപാട് വെന്ത് പോകരുത്. ജസ്റ്റ് ഒന്ന് വെന്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ വേവണം. ആ പരുവത്തിൽ വേണം നമുക്ക് തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം.
ഒരു മുക്കാൽ വേവാകുമ്പോൾ നമ്മൾ ആ തിരുമ്മി വെച്ചേക്കണ തേങ്ങയും ജീരകവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. നല്ല പോലെ അങ്ങോട്ട് തിരുമ്മ. അമ്മച്ചിയൊക്കെ ചെയ്യണ സമയത്ത് ജസ്റ്റ് അതൊന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ആ തലപ്പാൽ മാറ്റി വയ്ക്കും. എന്നിട്ടാണ് അതിലേക്ക് ചേർക്കാറ് കേട്ടോ. ജീരകം ചേർക്കണതിന് മുമ്പ് തലപ്പാൽ മാറ്റി വെച്ചിട്ട് ആ പീര ഇടയാണ് ചെയ്യാറ്. വേറെയും കുറച്ച് തേങ്ങ ചേർന്നിടും. ഞാനിപ്പോൾ പാലൊന്നും എടുത്തില്ല, തേങ്ങയിൽ തന്നെ അതങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാമെന്ന് ഓർത്ത്. സത്യം പറഞ്ഞാൽ മടി പിടിച്ചാണ്, അത് വേറെ കേസ്. അപ്പം ഇത് നല്ല പോലെ തിരുമ്മിയെടുക്കുക കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിരുന്നതുകൊണ്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നല്ല പോലെ തിരുമ്മിയെടുക്കുക. ജീരകത്തിൻ്റെ പൊടി ചേർക്കേണ്ടവർക്ക് ചേർക്കുക. ഈ ജീരകം കടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തേങ്ങയുടെ ഒരു ചിരട്ടയുടെ ഒരു പൊട്ട് കിടന്നതാണ്, അതുപോലെ നാരും ഉണ്ടായിരുന്നു ഒരെണ്ണം. അപ്പോൾ അതെടുത്ത് കളഞ്ഞാണ് കേട്ടോ. ഇപ്പോൾ ജീരകപ്പൊടി ഇട്ട് കൊടുത്താലുള്ളൊരു കുഴപ്പം എന്ന് വെച്ചാൽ പാച്ചോറിന് വെള്ള കളറ് മാറിപ്പോവും. അതുകൊണ്ട് ജീരകം തന്നെ ഇടുന്നതാണ് നല്ലത്. ഇനി ഇപ്പോൾ ജീരകം കടിക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വായിൽ വരുമ്പോൾ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത്തിരി പൊടി ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ എന്തായാലും കണ്ട വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നണത് നെകക്ക വെള്ളമായിട്ടുണ്ട്. അരിയുടെ തൊട്ട് മുകളിൽ വരെ വെള്ളം വറ്റി അങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഈ സമയത്ത് നമുക്ക് തേങ്ങയും ജീരകവും കൂടി നമ്മൾ തിരുമ്മി വെച്ചില്ല അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. തേങ്ങ ഇത്തിരി നല്ലപോലെ ഇടണം, എന്നാലാണ് പാച്ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഈ തേങ്ങയും ജീരകവും അരിയും കൂടി കിടന്ന് ഒരു 5-6 മിനിറ്റെങ്കിലും വേവണം. എന്നാലാണ് തേങ്ങയുടെ ഫ്ലേവറും ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ അരിയിലേക്ക് പിടിക്കുകയുള്ളൂ. അതിനു വേണ്ടിയാണ് ഈ സമയത്ത് ഒരു മുക്കാൽ വേവിലൊക്കെ ഇടുന്നത് കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ഉപ്പ് നോക്കാം. പോരായികയുണ്ടെങ്കിൽ ഒരുപാട് ഉപ്പ് കൂടണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ശർക്കരപ്പാനി ഒഴിച്ച് കഴിക്കാനല്ലേ. അപ്പോൾ ഉപ്പ് ഇങ്ങനെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ അത്ര രുചി ഉണ്ടാവില്ല. പാകത്തിന് ഉപ്പിട്ടാൽ മതി. ഇപ്പം നല്ല സെറ്റായിട്ടുണ്ട്. കുറച്ച് നേരം കൂടി അടച്ച് വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. കാരണം അരിയിലെ വെള്ളവും വറ്റിയിട്ടുണ്ട്, നമ്മൾ തേങ്ങയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അടിക്ക് പിടിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരു ഇടവിട്ട് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരുപാട് വെള്ളം വറ്റി കട്ടക്കുറുക്ക് പോലെ ആക്കി കളയരുത്. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ കരിങ്കല്ല് പോലെ ആയിപ്പോൾ. അപ്പോൾ ഏകദേശം ഒരുവിധം വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ എനിക്ക് ഈ മാസോണക്കടച്ചിക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട്. കാരണം കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന സമയത്ത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ മെമ്മറി എന്ന് പറയുന്നത് ഈ വെള്ളച്ചോറും പാനിയും. പിന്നെ എല്ലാവരും കൂടി ഇത് ഉണ്ടാക്കിയാലും ഒരുപാട് കറികളൊക്കെ വേറെ വെച്ച് ഭയങ്കര ആഘോഷമായിരിക്കും. രൂപത്തിൻ്റെ അവിടെ നിറച്ച് തിരി കത്തിച്ച് ഫ്രഷ് ഫ്ലവേഴ്സ് ഒന്നില്ലെങ്കിൽ മേടിച്ച് വയ്ക്കും, അല്ലെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ പറിച്ചു വയ്ക്കും. പിന്നെ പടക്കം പൊട്ടിക്കലും കമ്പിത്തിരിയും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ കുഞ്ഞു പിള്ളേരായിരുന്നു അന്നൊക്കെ. അപ്പോൾ അവരും എല്ലാത്തിനും കൂടും. ഇപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി അണുകുടുംബങ്ങളായി, മക്കളെയൊക്കെ കെട്ടിച്ച് വിട്ട്. അപ്പോൾ ആരും തന്നെ പറയാൻ ഇല്ല. പിന്നെ ഇത് ഇവിടെ എന്തായാലും മാസോണക്കം ചെല്ലും. അപ്പോൾ അതിൻ്റെ ഒപ്പം ഇങ്ങനെ ചെറിയ രീതിയിൽ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ 2 കപ്പ് അരിക്ക് ഉണ്ടാക്കിയെന്നുള്ളൂ. അപ്പോൾ 2 പ്ലേറ്റിലാക്കി വെച്ചാൽ ഒരെണ്ണം രാത്രി കഴിച്ചു, ഒരെണ്ണം പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിച്ചു. പിന്നെ ഇവിടെ മുമ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും കൂടിയുള്ള സമയത്ത് ഉണ്ടാക്കുന്നത് വലിയ കലത്തിൽ കുറേ അരിയൊക്കെ ഇട്ട് വെച്ച് 3 മുറം നന്നായിട്ട് കഴുകിയൊക്കെ അമ്മ ഉണക്കി, ഇവിടുത്തെ അമ്മായിയമ്മ ഉണക്കി വെച്ച് വാഴയില വെട്ടി അതിൻ്റെ അകത്തിട്ട് അതിലേക്ക് 3 മുറത്തിൽ നിറച്ച് നിരത്തി ഒരു വാഴയിലയിൽ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഫിനിഷ് ചെയ്യണത് അങ്ങനെയൊക്കെ ഉണ്ട് അമ്മ. ഞാനിപ്പോൾ ഈ കയ്യിൽ വെച്ചല്ലേ ഇങ്ങനെ ലെവൽ ചെയ്തെടുത്തത്. അമ്മ അങ്ങനെയൊക്കെയാണ് ചെയ്യണത്. എന്നിട്ട് മുറിച്ച് എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ കഴിക്കും. അതൊരു മെമ്മറി. എൻ്റെ വീട്ടിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കരപ്പാനി ഒഴിച്ച് തന്നെയാണ് പാച്ചോറ് ഉണ്ടാക്കണത്. അവിടെയും എല്ലാ മാസോണക്കങ്ങളും ചെല്ലാറുണ്ട്. പിന്നെ ചില സമയത്തൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവണ ആദ്യമായിട്ടുണ്ടായ ചക്കയോ മാങ്ങയോ പിന്നെ എനിക്ക് ആദ്യമായിട്ടൊരു കടച്ചക്ക ഉണ്ടായിട്ട് അത് ഇറച്ചിയിലിട്ട് പാല് കറി വെച്ചിട്ട് അതുവരെ നേർച്ചയായിട്ട് ഞങ്ങളെടുത്ത മെമ്മറീസും എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും ഇതൊക്കെ ആഘോഷങ്ങൾ തന്നെയായിരുന്നു. ഓരോ മാസോണക്കം കഴിയുമ്പോഴും പടക്കം പൊട്ടിക്കലും അങ്ങനെയൊക്കെ. ഇപ്പം അതൊന്നും ഒരിടത്തും കാണാനില്ല. ഞങ്ങളിവിടെ താമസിക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഒന്നും കേൾക്കാറില്ല. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, എൻ്റെ വീട്ടിൽ ഇവിടെ ഉള്ളവർക്കും ഭയങ്കര സന്തോഷമായിരുന്നുണ്ട്. അപ്പം മോന് വലിയ തൃപ്തിയല്ല ഈ മധുര ഉള്ള സാധനങ്ങൾ. ആകെ പെസഹാപ്പാൽ മാത്രമാണ് അവന് ഭയങ്കര ഇഷ്ടത്തോടുകൂടി കഴിക്കണത്. അപ്പോൾ എല്ലാം എടുത്തു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്.
എന്നിട്ട് പ്രാർത്ഥന എത്തിക്കുന്ന സമയത്ത് ഞാനിതെല്ലാം ടേബിളും എടുത്ത് വെച്ചിട്ട് അവിടെ ഇരുന്നാണ് പ്രാർത്ഥന എത്തിക്കുന്നത്. നേർച്ച വെച്ച പോലെ വെച്ചിട്ട് പ്രാർത്ഥന എത്തിക്കും. എല്ലാ മാസവണക്കങ്ങളും ഞാൻ ഒരുമിച്ച്, അതായത് മാതാവിൻ്റെയും ഔസേപ്പിതാവിൻ്റെയും തിരുഹൃദയത്തിൻ്റെയും ഓരോന്ന് 30-ാം തീയതിയിലത്തെ ഒഴിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുമിച്ച് ചൊല്ലി പാട്ടൊക്കെ പാടി. അത് കഴിഞ്ഞ് പടക്കമൊന്നും പൊട്ടിച്ചില്ല, കാരണം 30-ാം തീയതി ആയിരുന്നില്ല, പിറ്റേ ദിവസം അന്ന് കല്യാണം ഉണ്ടായിരുന്നുകൊണ്ട് പിറ്റേ ദിവസമാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് പടക്കമൊന്നും പൊട്ടിച്ചില്ല. പറ്റുകയാണെങ്കിൽ വരുന്ന കൊല്ലം നന്നായിട്ടൊക്കെ ആഘോഷിക്കണമെന്നുണ്ട്. അപ്പോൾ രൂപക്കൂടൊക്കെ ഒന്ന് ഇത് ചെയ്ത് പെരുമഴയായിപ്പോയി. അതുകൊണ്ട് എനിക്ക് ഫ്ലവർ പറിക്കാനായിട്ട് ഇറങ്ങാൻ പറ്റിയില്ല. നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, എന്നിരുന്നാലും പറ്റിയില്ല. പോട്ടെ, സാരമില്ല. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പാച്ചോറ് കഴിക്കാൻ പോകുന്നതാണ്. ഇതിങ്ങനെ പ്ലേറ്റിൽ വെച്ചത് വാഴയില, നമുക്ക് വാഴയില്ല, വേണമെങ്കിൽ അപ്പുറത്ത് പോയി പറിക്കാം. പക്ഷേ ആ ഇരുട്ടത്തൊക്കെ പോയി പറിക്കാനും പിന്നെ മഴയും എല്ലാം കൂടി ആയതുകൊണ്ട് ഒരു ഭയം വന്ന്, കാട് പിടിച്ച് കിടക്കുകയാണ് അവിടെയൊക്കെ. അപ്പം ഞാൻ എന്തായാലും പ്ലേറ്റിൽ തന്നെ വെച്ച്, അമ്മായിയമ്മ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. ഭയങ്കര ഉഷാറാണ് പുള്ളിക്കാരത്തേക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരെയും വിളിച്ചിട്ട് ഇതൊക്കെ വെച്ച് റെഡിയാക്കാനായിട്ട്. അമ്മ ചെയ്യും, ഞങ്ങളെല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. കുറേ തേങ്ങയൊക്കെ ചിരണ്ടല്ലോ, അപ്പോൾ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അത് മുറിച്ച് കഷ്ണങ്ങൾ വെച്ചിട്ട് അതിലേക്ക് പാനി ഒഴിക്കുകയാണ് ചെയ്യണത്. ശർക്കര പാനി ഒഴിച്ചു കൊടുക്കും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല മെമ്മറീസും ആണത്. പലതും ഓർമ്മയിലേക്ക് വരും നമുക്ക്. പണ്ടൊക്കെ സുഗന്ധരാജൻ എന്ന് പറഞ്ഞിട്ടൊരു പൂവുണ്ടായിരുന്നു. അത് ഈ മാസവണക്കത്തിൻ്റെ സമയത്താണ് അതായത് പൂക്കൾ ഉണ്ടാവണത് ആ സമയത്താണ്. ആ പൂവ് പറിച്ച് വീട്ടിൽ വെക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു വണക്കമാസത്തിൻ്റെ ഒരു ഓർമ്മ വരും. സുഗന്ധരാജൻ എന്നാണ് ഞങ്ങളുടെ അവിടെ പറയണേ, വേറെ വല്ല പേരുണ്ടാകുന്ന എനിക്ക് അറിഞ്ഞൂടെ. ഒരു വൈറ്റ് കളറിൽ വേലിയമ്മയൊക്കെ ഉണ്ടാവണം, വേലിയമ്മയൊക്കെയാണ് നമ്മൾ നട്ട് വയ്ക്കാറ്. എന്തായാലും അടിപൊളിയായിട്ട് ഉണ്ടാക്കി ഞങ്ങൾ കഴിക്കുകയാണ്. ഇതിപ്പം ഞാൻ സ്പൂണും കൊണ്ടൊക്കെ ഒന്ന് എടുത്ത് കാണിക്കണം എന്നുള്ളൂ. പക്ഷേ സാധാരണ ഇങ്ങനെയൊന്നല്ല, കൈയിട്ട് കുഴച്ച് തന്നെയാണ് കഴിക്കണത്. അത് തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ ഞങ്ങൾ രാത്രി ഡിന്നറിന് കഴിച്ചത് ഇതാണ്. വേറെ ഫുഡ് ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ അത് കഴിച്ച് ഒരു പ്ലേറ്റ് ബാക്കി ഉണ്ടായിരുന്നത് പിറ്റേ ദിവസം രാവിലെയും കഴിച്ച്. മോൻ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവന് 2-3 സ്പൂൺ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാരി കൊടുക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ചിലപ്പോൾ നേർച്ചയാണല്ലോ, എന്തായാലും നേർച്ചകൾ ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ എവിടെ നിന്നും കൊണ്ടുവന്നാലും അത് അവരെയും കൂടി കഴിപ്പിക്കണമെന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്ത് നേർച്ച കൊണ്ടുവന്നാലും വേണ്ടാന്ന് പറഞ്ഞാലും ഒന്നുമില്ലെങ്കിൽ വാരി അല്ലെങ്കിൽ വായിലെങ്കിലും വെച്ച് കൊടുക്കും. ഒരു സ്പൂണെങ്കിലും കഴിക്കണം എന്നുള്ളത് എനിക്കും ഇവിടെ ഹസ്ബൻഡിനും ഭയങ്കര നിർബന്ധമാണ്. അതുകൊണ്ട് അങ്ങനെ 2-3 സ്പൂൺ വാരി വായിൽ വെച്ച് കൊടുത്ത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ചില വീടുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും കേട്ടോ. എന്തായാലും ഈ മാസവണക്കം കാലം കൂടിയപ്പോൾ ഏതായാലും നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ.